പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള സെർജിയോ ലൊബേറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സീസണിൽ മികച്ചൊരു തുടക്കം ലഭിച്ചൊരു ക്ലബ്ബായിരുന്നു മോഹൻ ബഗാൻ. എന്നാൽ സീസൺ പകുതിയായപ്പോഴേക്കും അല്പം താളം തെറ്റിപ്പോയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പോയിന്റ്സ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ തിരിച്ചെത്തിയിരിക്കുന്നത്. 9 മത്സരങ്ങൾ കളിച്ച മോഹൻ ബഗാന് നിലവിൽ 20 പോയിന്റുകൾ ഉണ്ട്. മാത്രമല്ല നിലവിൽ കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ ചാൻസുള്ള ക്ലബ്ബ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ്. നിലവിൽ അവരുടെ കോച്ചായിട്ടുള്ള സെർജിയോ ലൊബേറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സെർജിയോ ലൊബേറയ്ക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ഈ ഒരു വർഷം കൂടിയാണ് കോൺട്രാക്ട് ബാക്കിയുള്ളത്. ലൊബേറയെ മോഹൻ ബഗാൻ നിലനിർത്തുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ സാധിക്കും. മോഹൻ ബഗാനെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ കിരീടം നേടുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. അതുമല്ലെങ്കിൽ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് സീസൺ അവസാനിപ്പിക്കുക. എന്നാൽ മാത്രമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സെർജിയോ ലൊബേറയെ നിലനിർത്തുക എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസണിൽ കിരീടം നേടുകയാണെങ്കിൽ ഒരു വർഷം കൂടി സെർജിയോ ലൊബേറയുടെ കോൺട്രാക്ട് ക്ലബ്ബ് എക്സ്റ്റെൻഡ് ചെയ്യും. അതുമല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ലൊബേറയുടെ കോൺട്രാക്ട് ഒരു വർഷം കൂടി ക്ലബ്ബ് എക്സ്റ്റെൻഡ് ചെയ്യും. എന്നാൽ കാര്യങ്ങളെല്ലാം നേരെ വിപരീതമാണെങ്കിൽ ലൊബേറയെ പുറത്താക്കാൻ തന്നെയാണ് മോഹൻ ബഗാന്റെ തീരുമാനം. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിക് ചാറ്റർജി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഫാൻ അഡ്വൈസറി ബോർഡ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയൊക്കെ ഒരു കത്തയച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ അഭിക് ചാറ്റർജി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഫാൻ അഡ്വൈസറി ബോർഡിന്റെ ലെറ്റർ ഞങ്ങൾ സ്വീകരിച്ചു. നിങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ 3rd ക്വാർട്ടർലി മീറ്റിംഗിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മുഴുവൻ ശ്രദ്ധ സീസൺ സ്ട്രോങ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നതിലാണ്. സീസൺ കഴിഞ്ഞാൽ ISLന്റെ ഭാവി പരിഗണിച്ച് മുന്നോട്ടുള്ള പദ്ധതികൾ തീരുമാനിക്കും. എല്ലാം തയ്യാറാക്കാൻ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയായ സമയത്ത് ക്ലബിന്റെ പദ്ധതികളെല്ലാം മുഴുവനായി പുറത്തുവിടും. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളിലേക്ക് എത്തിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അഭിക് തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.